നമ്മളെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസറാണ്. ഇത് പോയാലും വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്ക് സ്റ്റാൻഡ് പൊട്ടി ക്രാക്കായി പോയി, എന്നാലും വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ എങ്ങനെ ഓടിക്കാൻ പറ്റും? സാധാരണ നമ്മൾ എന്ത് ചെയ്യല്, ചിലപ്പോൾ സ്റ്റാൻഡ് അവിടെ പിടിച്ച് കെട്ടും. ഇതേപോലെ സെൻസർ പോവുക, അതേപോലെ സ്റ്റാൻഡ് പൊട്ടി, അങ്ങനത്തെ സമയത്തൊക്കെ വണ്ടി നമുക്ക് എങ്ങനെ പാർക്ക് മോഡിലുള്ള വണ്ടീനെ നമുക്ക് റൈഡ് മോഡിലേക്ക് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അത് നേരെ നമ്മൾ ലോക്ക് തുറന്നു. സാധാരണ ഈ വണ്ടിക്ക് ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല, സെൻസർ പോവുക അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല. നമ്മളിതാ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. അതെ, അപ്പോൾ നമ്മൾ സാധാരണ ഈ ബ്രേക്ക് ഏതെങ്കിലും ബ്രേക്ക് പിടിക്കും, നമ്മൾ പവർ ബട്ടൺ അടിക്കും. അപ്പോൾ എന്താവില്ല, നമുക്ക് പോകാൻ പറ്റില്ല, റൈഡ് മോഡ് മാറില്ല, പാർക്ക് മോഡിലേക്ക് തന്നെ കയറാം. ഇനി നമ്മൾ സ്റ്റാൻഡ് തട്ടി ഇതേ നമുക്ക് റൈഡ് മോഡിലേക്ക് മാറി. വീണ്ടും നമ്മൾ സ്റ്റാൻഡ് തട്ടി എന്തായി, പാർക്ക് മോഡിൽ കയറുന്നു. ഇനി ഈ സ്റ്റാൻഡ് തട്ടിക്കാണ്ട് തന്നെ, അല്ലെങ്കിൽ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയി സെൻസർ പോയി, ആ സമയത്ത് നമുക്ക് എങ്ങനെ റൈഡ് മോഡിലേക്ക് ആക്കുക എന്നുള്ളത്, നമ്മൾ ഇവിടെ ഒരു ക്രൂയിസ് കൺട്രോൾ, ഇതാണ് ക്രൂയിസ് കൺട്രോൾ. 6 എന്നുള്ള ബട്ടണും പവർ ബട്ടണും കൂടി നമ്മൾ അമർത്തുക. പ്രസ് ചെയ്തിട്ട് നമ്മളിതാ ഇത് പഴയ പോലെ തന്നെ ബ്രേക്ക് രണ്ടിലേതെങ്കിലും ഒരു ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഇതേ, അപ്പോൾ നമുക്ക് റൈഡ് മോഡായി. നമ്മളിതാ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, സ്റ്റാൻഡ് തന്നെ അതെ വണ്ടി പോകുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ നമ്മൾ മൂവ് വോയിസ് 4.0.4ൽ നിലവിലുണ്ട്. അതായത് ഇതുപോലത്തെ നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡ് തട്ടേ സെൻസർ കംപ്ലൈൻ്റ് ആവുക, ആ സമയത്ത് വണ്ടി നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ക്രൂയിസ് കൺട്രോൾ ബട്ടണും അതേപോലെ പവർ ബട്ടണും ഒരേ സമയം പ്രസ് ചെയ്യുക. ഓക്കെ, ഇതാണ്